ഇപ്പോൾ ചിലർക്കൊക്കെ ചില മാസങ്ങളിൽ പെൻഷൻ എമൗണ്ട് മുടങ്ങുന്നുണ്ട്. അതുപോലെ അവർക്ക് ചിലപ്പോഴൊക്കെ പെൻഷൻ കിട്ടിയാലും എമൗണ്ട് കുറച്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ ഇനി തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ മുടങ്ങാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ ഫോണിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ എമൗണ്ട് മുടങ്ങാണ്ട് നിങ്ങളുടെ കൈകളിൽ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ സേവനയുടെ ആ ഒരു സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങളുടെ പെൻഷൻ ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു എമൗണ്ട് കൂടി, ഈ ഒരു പെൻഷൻ്റെ എമൗണ്ട് കൂട്ടിയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ മാസവും കിട്ടുന്ന ആ ഒരു പെൻഷൻ എമൗണ്ട്, നിങ്ങൾക്ക് ഇതുവരെ എത്ര രൂപ കിട്ടി, അങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും, അതുപോലെ മാസത്തിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കിയാൽ മാത്രമായിരിക്കും എന്ത് റീസണും കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ വരാത്തത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും ഇനി അങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളിലും നിങ്ങൾക്ക് പെൻഷൻ എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. പിന്നെ അല്ലാണ്ട് തന്നെ നിങ്ങൾ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ഈ ഒരു പെൻഷൻ ഇപ്പോൾ 2000 രൂപയാക്കി മാറ്റിയതോട് കൂടിയിട്ട് ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. അതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അത് എല്ലാവർക്കും നിർബന്ധമല്ല. ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ ചിലർക്ക് അറിയിപ്പ് കിട്ടും, അവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും, ബാക്കി എല്ലാവരും അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തരമായിരിക്കും നമുക്ക് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടുക. പിന്നെ ഒത്തിരി പേര് ഡൗട്ടാണ്, ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ജോലിയൊന്നും കാണത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് എന്ന്. അതായത് വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബ വരുമാനമാണ്. ഒരു വർഷത്തിലുള്ള നിങ്ങൾ ആ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും കൂടി കിട്ടുന്ന ആ ഒരു എമൗണ്ടാണ് അവർ ആ ഒരു വരുമാന സർട്ടിഫിക്കറ്റായിട്ട് എടുക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വിവാഹം കഴിഞ്ഞ മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരുടെയും ആ ഒരു വരുമാനം കൂടിയിട്ട് കണക്കിലാക്കിയിട്ടാണ് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പെൻഷൻ വാങ്ങുന്ന ആൾക്ക് ജോലിയോ കൂലിയോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനമായിരിക്കും ഇത് വാർഷിക വരുമാനമായിട്ട് എടുക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് പെൻഷൻ വാങ്ങുന്ന ആൾക്ക് ജോലി ഇല്ലെങ്കിൽ പോലും കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റാണ് നിങ്ങളവിടെ ഹാജരാക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചിലരോട് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആരോടൊക്കെയാണോ ചോദിച്ചിട്ടുള്ളത് അവർ മാത്രം ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്താൽ മതിയാകും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഫോണിൽ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ, അതായത് അവർക്ക് നമ്പർ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഓൾറെഡി ഈ ഒരു പെൻഷൻ സ്കീമൊക്കെ ചെയ്ത സമയത്ത് നിങ്ങളൊരു നമ്പർ കൊടുത്തു കാണും. ആ നമ്പർ ആക്റ്റീവ് ആണെങ്കിൽ ഓക്കെ. ആ നമ്പർ ഇപ്പോൾ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പർ അതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു പെൻഷൻ എമൗണ്ട് കൂട്ടിയ ടൈമിൽ ഒരുപാട് പേർക്ക് മെസ്സേജ് ഫോണിൽ വന്നിട്ടില്ല. അപ്പം നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പറാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഫോണിൽ ആ ഒരു മെസ്സേജും കാര്യങ്ങളും വരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു നമ്പർ ഇപ്പോൾ ആക്റ്റീവ് അല്ലാത്ത നമ്പറാണെന്നുണ്ട്, അതിന് ആ ഒരു നിങ്ങളവിടെ കൊടുത്തിട്ടുള്ള നമ്പർ ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ നമ്പർ നിങ്ങളവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്പർ മസ്റ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാറും കൂടിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാക്കണം. നിങ്ങളുടെ ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആയിരിക്കണം. അതായത് ഇപ്പോൾ 8 ലക്ഷം ആൾക്കാർക്ക് നമ്മളെ കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു എമൗണ്ട് കൂടിയിട്ട് പെൻഷനായിട്ട് കിട്ടുന്നുണ്ടല്ലോ, 200, 300, 500 ആ ഒരു രീതിയിലെ എമൗണ്ട്. അത് ഒരുപാട് പേർക്ക് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ചിലപ്പോൾ ആ ഒരു ഇഷ്യൂ കാണുമോ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എമൗണ്ട് വരാണ്ടിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നമ്മുടെ കൈകളിലെത്തത്തില്ല, അക്കൗണ്ട് മുഖാന്തരമാണ് അവർ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാറുമായിട്ട് നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആണോ നിങ്ങൾ പ്രത്യേകം ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രം ആയിരിക്കും ആ ഒരു വിഹിതവും കൂടി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുള്ളൂ. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂട്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂട്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.